നമസ്കാരം. സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ഭരചന്ദ്രനായി സുരേഷ് ഗോപി. ആശാ വർക്കർമാരുടെ സമരം നടക്കുന്നതായി നിങ്ങൾക്ക് അറിയാമല്ലോ. സിനിമാ സ്റ്റൈലിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമര പന്തലിൽ എത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയണ്ടേ? ആശാ വർക്കർമാരുടെ സമരപ്പന്തൽ സന്ദർശിച്ച കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി ആശാ വർക്കർമാരുടെ സമരത്തെ ആരും താഴ്ത്തി കെട്ടേണ്ടതില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. ആശമാരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ കോപ്പറേറ്റീവ് സംവിധാനത്തെ മാത്രം നിങ്ങൾ താഴ്ത്തി കാണേണ്ടതില്ല. സുരേഷ് ഗോപി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: പല രാഷ്ട്രീയ സംവിധാനങ്ങളും കുഴപ്പമാണ് ജനങ്ങളോട് ചെയ്തിരിക്കുന്നത്. അതെല്ലാം തോണ്ടിയെടുത്തിരിക്കും. ആശാ വർക്കർമാർക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആരോഗ്യമന്ത്രിയെയും വിവരം ധരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ അത് വിഭാവനം ചെയ്ത് സ്ഥാപിതമാക്കുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങളും ഉണ്ടാകും. ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് പറയാം. തീരുമാനമെടുക്കേണ്ടത് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റുമാണ്. അത് പക്ഷേ സമര പ്രഖ്യാപനമല്ല. ഞാൻ സമരത്തിന്റെ ഭാഗമല്ല. സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാനാണ് ഞാൻ വന്നത്. അവരടുത്ത് സംസാരിച്ചെന്നും അവരുടെ പ്രശ്നങ്ങൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ പിരിച്ചുവിടാൻ സർക്കാർ നടപടിയെടുത്താൽ കേന്ദ്ര ഫണ്ട് തടയുമെന്നും അദ്ദേഹം പറഞ്ഞു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യുഎസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.